പരിശുദ്ധ മാതാവിനും പുത്രനും എന്നെ ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയതിന് കോടാനി കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡീന. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനാണ്. ഏപ്രിൽ 2023. ഞാൻ നേഴ്സാണ്. അപ്പോൾ OET ഞാൻ 5 പ്രാവശ്യം എഴുതിയായിരുന്നു. എനിക്ക് 5 പ്രാവശ്യം എഴുതിയിട്ടും റീഡിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. C ആയിരുന്നു എപ്പോഴും. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാതാവിൽ ഏൽപ്പിച്ചു, മാതാവേ നീ തന്നെ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും കിട്ടണം. ലാസ്റ്റ് അറ്റംപ്റ്റാണ്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2023. ഞാൻ എക്സാം എഴുതിയത് മെയ് 27. എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ തന്ന് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് DLും പെട്ടെന്ന് കിട്ടി. പക്ഷേ എല്ലാവരും പറഞ്ഞു അയർലൻഡാണ്, കുറേ സമയമെടുക്കും, പോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഡിപ്രഷനിലായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് മാതാവ് തന്നതല്ലേ, മാതാവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, അവിടെ ഫ്രീസായി, അവർ ഇൻ്റർവ്യൂ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ മെയ് 12 2024 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ഗവൺമെൻറ് അവിടുത്തെ അയർലൻഡിലെ HSCയിൽ ഒരു ഇൻ്റർവ്യൂ വരണേ, അവരെല്ലാവരും ഫ്രീസ് ചെയ്ത് വെച്ചേക്കും, എന്നിരുന്നാലും എനിക്ക് അത് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. അത് കഴിഞ്ഞ് എന്നെ ഒരു ഏജൻസി സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, ഡീന ഇങ്ങനെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ DL ഒന്നും കൂടി പുതുക്കേണ്ടി വരും. അപ്പം ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു, ഹസ്ബൻഡ് ചെയ്യണോ അത്, ബിക്കോസ് ഓൾറെഡി നമ്മൾ ചെയ്ത് ഇത്രയും പൈസ മുടക്കി, ഇനി ചെയ്യണോ? അപ്പം ആൾ പറഞ്ഞു, നീ ചെയ്തോ, കുഴപ്പമില്ല, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും DLന് നോക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 8 ആയിരുന്നു, അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ എനിക്ക് ഇൻ്റർവ്യൂ തരണം. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഇതുമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂയുടെ ഇത് അവർ പറഞ്ഞില്ലായിരുന്നു, 4 പേര് സെലക്ട് ആയിട്ടുള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് തിരികത്തിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അതിലൊരു പേരെങ്കിലും എൻ്റെ ഉണ്ടാവണേ, ഇനി ഇൻ്റർവ്യൂ വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പം തിരിയിൽ ഞാൻ പൂ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ രൂപം കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്കത് തരുമെന്ന്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പം അവർ വിളിച്ചു പറഞ്ഞു, ഡീന നീ സെലക്റ്റഡ് ആണ്, നീ അപ്പം നിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കണം, പേപ്പർ വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് അവർ പറഞ്ഞത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് അപ്ലൈ ചെയ്യാൻ പോയപ്പം എന്തോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ പുറകെ നടക്കണോ? മാതാവ് എന്നോട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം എൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു, എടി ഒരു ചേട്ടൻ്റെ നമ്പർ തരാം, നീ ഒന്ന് ആ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് റെഡിയാക്കാം. പെട്ടെന്നാണ് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡീന ഇപ്പോഴും ഫ്രീസാണ്, അവരെടുക്കുന്നില്ല, നീ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീ വേറെ ഇൻ്റർവ്യൂ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, മാതാവ് ഏതായാലും എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരും, ഏതായാലും ഇത്രയും നാൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇനി മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ആ വിശ്വാസത്തിൽ ഞാൻ ഓരോരുത്തരും കുത്തുവാക്ക് പറയുമ്പോഴും പോകുന്നില്ലേ, റെഡി ആയില്ലേ എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു, മാതാവ് യേശുവൊക്കെ എന്തോരം സഹിച്ചു, നമുക്ക് ഇച്ചിരിയൊക്കെ സഹിക്കാൻ പാടില്ലേ. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് നടന്നു. അങ്ങനെ ഇരിക്കെ അവർ പെട്ടെന്ന് തന്നെ ജാനുവരി ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, ഡീന നിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ പോവുകയാണ്, വിസയ്ക്ക് വെക്കാൻ പോണേണ്, എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാം റെഡിയായി, വിസയ്ക്ക് വെച്ചു. അപ്പോൾ എൻ്റെ ഓൾറെഡി OET എക്സ്പയർ ആണ് സമയമായി, 2 വർഷം ആവാൻ പോവുകയാണ്. മെയ് 27 എൻ്റെ എക്സ്പയറി. അപ്പം അവർ ഡേറ്റ് എടുത്തത് മെയ് കഴിഞ്ഞാണ്. അപ്പം ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്ക് എൻ്റെ OET എക്സ്പയർ ആവാൻ പോവുക, പിന്നെ ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നീക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ എടുത്തു. അങ്ങനെ ഏപ്രിൽ 26, 27 എനിക്ക് എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ ഏപ്രിൽ 21 അവിടെ എത്തി. ഏപ്രിൽ 26, 27 എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, എല്ലാവർക്കും സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നത് എക്സാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 14 സ്റ്റേഷനും എനിക്ക് കിട്ടി. മാതാവിൻ്റെ ഒരു കൃപയിൽ, ദൈവപിതാവിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് എനിക്കിതെല്ലാം ലഭിച്ചത്. അതിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇവിടെ നടയിൽ എത്തിച്ചതിന് ഞാൻ നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അത് PDF ആക്കിയിട്ട് എൻ്റെ അമ്മയുടെ ആരെങ്കിലും അടുത്തും ഞാൻ ഇത് ചോദിച്ചു PDF ആക്കിയിട്ട് ഞാൻ എനിക്കറിയുന്നവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും, ഷെയർ ചെയ്യുമായിരുന്നു. കൃപാസന ഉടമ്പടി ധ്യാനം കാണുമായിരുന്നു. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കണ്ടിട്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉപ്പും തൈരും ഉപയോഗിച്ചിട്ടേ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു ആത്മധൈര്യം, എന്ത് ചെയ്യാനും ഒരു പേടിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ മാതാവുണ്ട്, എന്തിനും മാതാവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ക്രിറ്റിക്കൽ കിട്ടണ സമയമായപ്പോഴും എല്ലാവരും പറഞ്ഞു, നിനക്ക് ശരിയായില്ലേ, ക്രിറ്റിക്കൽ ശരിയാന്ന് വെച്ചാൽ 2 വർഷം അവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ്. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വരാൻ നേരത്ത് ഞാൻ മഴവില്ല് കണ്ടു. അപ്പം മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ മീൻസ് എൻ്റെ മക്കളുടെ കൂടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും എൻ്റെ ഫാമിലിയുടെ കൂടെ എപ്പോഴും ഉള്ള പോലെ എനിക്ക് ഫീലിംഗ് ഉണ്ട്. ഇത്രയും തന്ന അനുഗ്രഹത്തിന് ഞാൻ കോടി നന്ദി പറയുന്നു. 94-ാം സങ്കീർത്തനം 19-ാം തിരുവചനം. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഡീന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. ഡീന OET ഫെയിലായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി അവരുടെ വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മ സാധിപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേൾക്കുകയായിരുന്നു. മകൾ തന്നെ പറഞ്ഞു, ഡീന പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ ഇൻ്റർവ്യൂവിന് ഡേറ്റ് തരണം. ഈ മകൾ ചോദിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ വളരെ കൃത്യമായിട്ടാണ് ആ ആഗ്രഹം മകൾക്ക് സാധിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു എയർലിഫ്റ്റഡ് ഫീലിംഗ് നമുക്ക് മനസ്സിലാകുന്നത്, ഒരു സാക്ഷ്യമെന്ന് മനസ്സിലാകുന്നത് 14 സ്റ്റേഷനും ഒറ്റയടിക്ക് ആ എക്സാമിൽ മകൾ പാസ്സാകാനുള്ള ഒരു വലിയ അനുഗ്രഹം കൊടുത്തു. എപ്പോഴും ഈ മകൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഡീന എന്നും രാവിലെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് തൈലം പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ഡെയിലി ബ്രെഡ് കൂടുമ്പോഴെല്ലാം എൻ്റെ കൂടെ വരണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളോടുകൂടെ വസിക്കുക. അതൊരു വലിയ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ടല്ലോ, ഈശോ പറയുന്നുണ്ട്, ഇതെല്ലാം സഹിച്ച് ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ഈ മകൾ ഡീനയുടെ ഓരോ സങ്കടത്തിലും ഈശോ എന്തുമാത്രം സഹിച്ചു, എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, അത് ഈശോയോട് സഹനത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു കൃപ കൂടി ഈ മകൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ താമസമുണ്ടായപ്പോഴെല്ലാം ആ തടസ്സങ്ങളിലെല്ലാം ആ ദൈവിക ഇടപെടൽ മനസ്സിലാക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും ആ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മഴവില്ലിലൂടെ ദർശിക്കുവാനുമുള്ള വലിയ ഭാഗ്യം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. ഓരോ തവണയും എപ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുവാനും സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവില്ലിലൂടെയും തിരുനാളങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് സാമീപ്യം നൽകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ കൂടെ നിൽക്കുന്നു, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ളൊരു വലിയ ഉറപ്പ് വിശ്വസിക്കുവാനും നമുക്ക് കാണാത്തതിനെ ഉണ്ടെന്നുള്ള പ്രത്യാശയാണ് വിശ്വാസമെന്ന് നമുക്കറിയാം. അങ്ങനെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുകയാണ്. ഡീനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ OET എക്സാംസും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള അസ്വസ്ഥതകളെല്ലാം തന്നെ എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.